Good evening to all. Calicut University 5th Sem Bcom Co Operationലെ സ്പെഷ്യലൈസേഷൻ പേപ്പർ ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സിലെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ഈ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാം. അതുപോലെ തന്നെ മേ ബി ഷോർട്ട് എസ്സി ആയിട്ട് അതിൽ വരുന്ന സെക്ഷൻസ്, നമുക്കിതിൽ കുറച്ച് സെക്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് പഠിക്കാനുണ്ട്, അത് നമുക്ക് വരാം. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് സെക്ഷൻസ് മാത്രവും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, ബികോം കോപ്പറേഷനിലുള്ളവർക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 എന്താണെന്ന് നോക്കാം. ഓക്കെ, The Kerala Cooperative Society Act 1969 is the law relating to the cooperative society in the state. അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 KCSA എന്നും പറയും. ഓക്കെ, അത് കേരളത്തിൽ നിലനിൽക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ലോ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ഈ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് എന്ന് പറയുന്നത്. ദ ആക്ട് ഹാസ് കം ഇൻ ടു ദ ഫോഴ്സ് ഓൺ 5th May 1969. ഇത് നിലവിൽ വന്നിട്ടുള്ളത് 1969 മെയ് 15-നാണ്. ദ ലോ റിലേറ്റിംഗ് ടു ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദി കേരള സ്റ്റേറ്റ്, അത് മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ, ആ ഒരു വേർഡ് ലോ റിലേറ്റിംഗ് ടു ദി. ഓക്കെ, പിന്നെ ദ ആക്ട് ഹാസ് കൺസോളിഡേറ്റഡ്, അമാൻഡഡ് ആൻഡ് യൂണിഫൈഡ് ദ ലോ റിലേറ്റിംഗ് ടു ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദി സ്റ്റേറ്റ്. അതായത് ഈ ആക്ട് എന്താ ചെയ്യുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ലോസിനെ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്, അമാൻഡഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യൂണിഫൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ പറയാനുള്ളത് കുറച്ച് സെക്ഷൻസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് വരെയെങ്കിലും നിങ്ങൾ എന്തായാലും കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ഇത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 is the law relating to the cooperative societies in the Kerala state. The act has came into force on 5th May 1969. The act has consolidated, amended and unified the law relating to the cooperative society in the state. Okay, ഇനി ഞാൻ പറഞ്ഞു ഇതിൽ കുറച്ച് സെക്ഷൻസ് നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം. ഇതിൽ ടോട്ടൽ ഐ തിങ്ക് 111 സെക്ഷൻസും അങ്ങനെ എന്തോ വരുന്നത്. അതിൽ നമുക്ക് മിനിമം 10 സെക്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾ സെക്ഷൻസ് പഠിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ഹെഡിങ്ങും അതിൻ്റെ അണ്ടറിൽ വരുന്ന ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ എഴുതാൻ പറ്റുന്ന വിധത്തിൽ അതൊന്ന് പഠിച്ച് വെക്കുക. അതായത് മനസ്സിലാക്കി വെച്ചാൽ മതി, എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് തന്നെയാണ് കാണിക്കുന്നത്, ഇതിന് സെപ്പറേറ്റ് നോട്ട്സ് ഉണ്ടാക്കിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആണ്, നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻസ് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതിൻ്റെ സെക്ഷൻ പഠിക്കുക, അല്ലാണ്ട് സെക്ഷൻ തെറ്റിച്ചെഴുതരുത്. അപ്പോൾ സെക്ഷൻ തെറ്റിച്ചെഴുതിയാൽ ആൻസർ മൊത്തത്തിൽ അങ്ങ് വെട്ടിയിടും. അപ്പോൾ സെക്ഷൻ കറക്റ്റ് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം സെക്ഷൻ പഠിക്കുക, അല്ലാണ്ട് വെറുതെ സെക്ഷൻ തെറ്റിച്ചെഴുതാൻ വേണ്ടിയിട്ട് സെക്ഷൻ പഠിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് അതിൽ പറയുന്നത് സെക്ഷൻ 3 രജിസ്ട്രാർ. അപ്പോൾ ഈ രജിസ്ട്രാറിൻ്റെ സെക്ഷൻ 3 ആണെന്ന് നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. അത് അവിടെ ചെന്നിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ സെക്ഷൻ അടക്കം പഠിച്ചാൽ മതി, അല്ലാണ്ട് സെക്ഷൻ പഠിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ രജിസ്ട്രാർ എന്താണെന്ന് വെച്ചാൽ രജിസ്ട്രാർ മാത്രം എന്താണെന്ന് എഴുതിയാൽ മതി, അല്ലാണ്ട് അതിൻ്റെ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്ത് എഴുതണ്ട. ഓക്കെ, നമുക്കാദ്യം രജിസ്ട്രാർ എന്താണെന്ന് നോക്കാം. ദ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർ ആയിട്ട് ആരായിരിക്കും, ഗവൺമെൻറ് ആയിരിക്കും ഒരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അത് നിങ്ങൾ ആദ്യം എഴുതാം. ദർ ഈസ് എ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹു ഈസ് ദ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ആയിരിക്കും. ഹി എക്സസൈസ് ഹിസ് പവേഴ്സ് ഓൺലി ഇൻ റെസ്പെക്ട് ഓഫ് സൊസൈറ്റി അണ്ടർ ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. അപ്പോൾ രജിസ്ട്രാർ എന്താണെന്ന് ചോദിച്ചാൽ മിനിമം ഇത്രയെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഗവൺമെൻറ് ആയിരിക്കും ഒരു രജിസ്ട്രാറെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പവർ എന്ന് പറയുന്നത് ആരായിരിക്കും, അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നതൊക്കെ രജിസ്ട്രാറുടെ കയ്യിലായിരിക്കും. അപ്പോൾ അത്രയാണ് ഈ ഒരു പോയിൻറ്റ്സിൽ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. അതായത് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ എ സൊസൈറ്റി വിച്ച് ഹാസ്
its object to the promotion of economic interest of its members or of the interest of the public in accordance with the cooperative principle may be registered. So also a society established with the object of such a society can also be registered. അതായത് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്രൊമോഷൻ ഓഫ് എക്കോണമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ആ ഒരു സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിൻ്റെ എക്കോണമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റോട് കൂടി ആയിരിക്കണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടും in accordance with the cooperative principles may be registered. So also a society established with the object of such a society can also be registered. ഓക്കെ, അപ്പോൾ ഇതൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ രജിസ്ട്രാറൊക്കെ വാട്ട് ഈസ് രജിസ്ട്രാർ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ അതുപോലെ തന്നെ സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ് അതും ചോദിക്കാം. ഓക്കെ, പിന്നെ രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. അതായത് രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്ട്രേഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും അതിലെ ഓരോ മെമ്പേഴ്സിനും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി ഷാൾ ബി രജിസ്റ്റേർഡ് ഹിയർ ആഫ്റ്റർ. ഇൻ ദ ഏർലിയർ ആക്ട് ദർ വാസ് നോ സച്ച് റെസ്ട്രിക്ഷൻസ്. It was possible to form both limited and unlimited type societies. However, a society with unlimited liability, which was in existence at the commencement of the act, is allowed to continue as a special case. But now, new society with unlimited liability should be formed hereafter. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. എന്തായിരിക്കണം? അതായത് അതിൽ ഓരോ മെമ്പേഴ്സിലും ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. അൺലിമിറ്റഡ് ലയബിലിറ്റിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. The application for registration should be in the prescribed form and it should be submitted for the registrar. അതായത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അപ്പോൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റി എനിക്ക് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു പ്രിസ്ക്രൈബ്ഡ് ഫോറം ഉണ്ട്. അതായത് കണ്ട ആ പേപ്പറിലോ ഈ പേപ്പറിലോ ഒന്ന് എഴുതി കൊടുത്താൽ എനിക്ക് രജിസ്ട്രേഷൻ ചെയ്ത് തരില്ല. അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഫോറത്തിൽ വേണം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് എവിടെ സബ്മിറ്റ് ചെയ്യണം? രജിസ്ട്രാറുടെ കയ്യിൽ അത് സബ്മിറ്റ് ചെയ്യണം. ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷുഡ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോറം ആൻഡ് ഇറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് ടു രജിസ്ട്രാർ. ഓക്കെ, ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വെൻ ദ ആപ്ലിക്കേഷൻ ആർ ഇൻഡിവിജ്വൽസ്, മിനിമം നമ്പർ ഓഫ് സച്ച് ഇൻഡിവിജ്വൽ ഷുഡ് ബി 25. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ മിനിമം 10 പേര് മതി. മിനിമം 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 25 പേരെങ്കിലും വേണം. അതാണ് ഇതിൽ പറയുന്നത്. വെൻ ദ ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽസ്, അതായത് ആപ്ലിക്കൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കൻസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഒരുപാട് വ്യക്തികളായിരിക്കണം ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, വെൻ ദ ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽസ്, മിനിമം നമ്പർ ഓഫ് സച്ച് ഇൻഡിവിജ്വൽ ഷുഡ് ബി 25. 25 പേരെങ്കിലും മിനിമം ആപ്ലിക്കൻ്റായിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ഫാമിലീസ്, ഈ 25 പേരും ഡിഫറെൻറ്റ് ഫാമിലീസിലുള്ളവരായിരിക്കണം. എവറി ആപ്ലിക്കൻറ്റ് ഷുഡ് സൈൻ ഇൻ ദ ആപ്ലിക്കേഷൻസ്. എല്ലാ ആപ്ലിക്കൻസും, അതായത് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാവരും ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്? ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷുഡ് ബി ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോറം ആൻഡ് ഇറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദി രജിസ്ട്രാർ. രജിസ്ട്രാറിൻ്റെ കയ്യിൽ അത് സബ്മിറ്റ് ചെയ്യാൻ വേണം. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോറം വേണം. ഓക്കെ, എന്നിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വെൻ ദ ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽസ്, അതെല്ലാവരും ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൊസൈറ്റിക്ക് മറ്റൊരു സൊസൈറ്റിയിൽ മെമ്പർ ആവാന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റി പറ്റില്ല, അവിടെ ഇൻഡിവിജ്വൽസ് തന്നെ വേണം. ഓക്കെ, മിനിമം നമ്പർ ഓഫ് സച്ച് ഇൻഡിവിജ്വൽ ഷുഡ് ബി 25. മിനിമം 25 പേരെങ്കിലും വേണം രജിസ്ട്രേഷൻ്റെ സമയത്ത്. ഓക്കെ,
ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ഫാമിലീസ്, അവർ ഡിഫറെൻറ്റ് ഫാമിലിയിലുള്ളവരായിരിക്കണം. എവറി ആപ്ലിക്കൻറ്റ് ഷുഡ് ബി സൈൻ ഇൻ ദി ആപ്ലിക്കേഷൻ, എല്ലാ ആപ്ലിക്കൻറ്റും ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ബ്രാക്കറ്റിലിട്ട് വരെ അണ്ടർലൈൻ ചെയ്തത് വരെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അതല്ല ഇനിയിപ്പോൾ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്താൽ തന്നെ മതി. നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഈ ഒരു PDF. ഓക്കെ, വേണ്ടവർ ചെക്കൗട്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് രജിസ്ട്രേഷൻ. ഇപ്പോൾ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു, ഫോറം കൊടുത്തു. നമുക്ക് രജിസ്ട്രേഷൻ്റെ ടൈമാണ്. ഓക്കെ, രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ആൻഡ് നോട്ട് ഓപ്ഷണൽ. രജിസ്ട്രേഷൻ എന്താണ്, വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്, അല്ലാണ്ട് ഒരു ഓപ്ഷനല്ല. രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ആൻഡ് നോട്ട് ഓപ്ഷണൽ. ഹി മേ എയ്തർ രജിസ്റ്റർ എ സൊസൈറ്റി ഓർ റിഫ്യൂസ് രജിസ്ട്രേഷൻ. അതായത് രജിസ്ട്രാർ ഉണ്ടല്ലോ, അയാൾ അത് ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യാം, റിഫ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അവോയ്ഡ് ചെയ്യാം, അതായത് അത് ഒഴിവാക്കാം. ഇൻ റിഫ്യൂസിങ് രജിസ്ട്രേഷൻ ഹി ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഡിസിഷൻ വിതിൻ 7 days സ്റ്റേറ്റിംഗ് റീസൺ ഫോർ ദി സെയിം. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ 10-25 ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്തു, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. ഓക്കെ, അങ്ങനെ അപ്പോൾ രജിസ്ട്രാർ പറയുകയാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഓക്കെ, അപ്പോൾ അതാണ് ഈ റിഫ്യൂസ്. അപ്പോൾ ഇൻ റിഫ്യൂസിങ് രജിസ്ട്രേഷൻ, അപ്പോൾ അങ്ങനെ അയാൾ എന്ത് ചെയ്യണം, അത് നിരസിക്കുകയാണ്. ഹി ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഡിസിഷൻ വിത്തിൻ ദ 7 days. അപ്പോൾ അതിനുള്ള കാരണം, അത് ആ ഒരു ഡിസിഷൻ ഉണ്ടാവുമല്ലോ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ള, ആ ഒരു ഡിസിഷൻ 7 ദിവസത്തിനുള്ളിൽ എന്നോട് പറഞ്ഞിരിക്കണം. ഓക്കെ, ഇത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കാരണവും പറഞ്ഞിരിക്കണം. സ്റ്റേറ്റിംഗ് റീസൺ ഫോർ ദി സെയിം, അത് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള കാരണവും 7 ദിവസം കൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതല്ല ഇനി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ an application for registration of a society shall be disposed of by the registrar within 90 days from the date of recipient of the application. അതല്ല ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണ്, അതായത് ഇപ്പോൾ എൻ്റെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. അപ്പോൾ അവർ പറയണം ഓക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് രജിസ്ട്രാർ സമ്മതിക്കുകയാണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്ത് ചെയ്ത് തരണം, രജിസ്ട്രേഷൻ ചെയ്ത് തരണം എന്നാണ് പറയുന്നത്. അതായത് അത് റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അതായത് ഇത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ റീസണ് എന്താണെന്നുള്ളതൊക്കെ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്നോട് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അതാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ആൻഡ് നോട്ട് ഓപ്ഷണൽ. ഇറ്റ് ഈസ് എ discretionary power of the registrar. He may either register a society or refuse registration. In refusing registration, he has to communicate his decision within 7 days, stating reason for the same. An application for registration of a society shall be disposed of by the registrar within 90 days from the date of recipient of the application. Okay, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞത് മനസ്സിലാക്കി വെച്ച് എഴുതാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു എന്ത് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ അവരെനിക്ക് രജിസ്റ്റർ ചെയ്ത് തരികയാണ്, അതല്ലെങ്കിൽ അത് നിരസിക്കുകയാണ്. അപ്പോൾ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കണ്ടീഷൻസ് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്റ്റർ ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ അതിൽ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ്. ദ ആപ്ലിക്കേഷൻ കംപ്ലൈസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ്. അതായത് ആക്ട് ആൻഡ് റൂൾസിലുള്ള ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ റൂൾസും, പ്രൊവിഷൻ ആക്ടിൽ പറഞ്ഞിട്ടുള്ള എല്ലാ റൂൾസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പാലിച്ചിട്ടുണ്ടായിരിക്കണം. ദ ഒബ്ജക്റ്റ് ഓഫ് ദി സൊസൈറ്റി ആർ ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 4. അതായത് ഈ ഒരു സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 4 പറഞ്ഞിട്ടുള്ള പോലെ ആയിരിക്കണം. സെക്ഷൻ 4 എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പ്രൊമോഷൻ ഓഫ് എക്കോണമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി ആൻഡ് പബ്ലിക്. അതായത് പബ്ലിക്കിന് ഇവിടെയുള്ളതാണ്. A society which has to object the promotion of economic interest of its members or of the interest of the public. ഈ ഒരു ഒബ്ജക്റ്റ് അവരവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഒബ്ജക്റ്റ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഈ സെക്ഷൻ 4 പറയുന്നത് കേട്ടോ.
പിന്നെ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി സിമിലർ ടൈപ്പ് ടു നോട്ട് ഓവർലാപ്പ്. അതായത് എൻ്റെ സൊസൈറ്റിയാണ് രജിസ്റ്റർ ചെയ്യാനുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ സൊസൈറ്റിയുടെ ഓപ്പറേഷനും മറ്റേതെങ്കിലും സൊസൈറ്റിയുടെ ഓപ്പറേഷനും ഓവർലാപ്പ് ചെയ്യരുത്, സിമിലർ ആവരുത് എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ്, അങ്ങനെയാണെങ്കിലും രജിസ്റ്റർ ചെയ്ത് തരില്ല. ഓക്കെ. പിന്നെ ദ പ്രൊപ്പോസ്ഡ് ബൈലോസ് ആർ നോട്ട് കോൺട്രറി ടു ദ പ്രൊവിഷൻ ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ്. അതായത് ബൈലോസ് എന്ന് പറയുമ്പോൾ ആ ഒരു സൊസൈറ്റിയുടെ ആക്ട് ആൻഡ് റൂൾസ്, അതായത് ആ ഒരു സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ളതാണല്ലോ ഈ ബൈലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൈലോസിന് ഓപ്പോസിറ്റ് ആവരുത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് രജിസ്ട്രേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കമ്പൽസറി ആൻഡ് നോട്ട് ഓപ്ഷണൽ അല്ല, രജിസ്ട്രേഷൻ എന്താണ്, നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്, അതെന്തല്ല ഓപ്ഷണൽ അല്ല. ഇറ്റ് ഈസ് എ discretionary power of the registrar. He may either register a society or refuse registration. മേ ബി അയാൾ രജിസ്റ്റർ ചെയ്തു തരാം, അല്ലെങ്കിൽ അത് നിരസിക്കുകയാണെങ്കിൽ he has to communicate his decision within 7 days stating reason for the same. അങ്ങനെ നിരസിക്കുകയാണെങ്കിൽ ആ ഒരു ഡിസിഷൻ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ആപ്ലിക്കൻറ്റുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ റീസണും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതെല്ലാം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്ത് കൊടുക്കണം, രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാൽ മാത്രമേ അവരെന്ത് ചെയ്തുള്ളൂ, രജിസ്റ്റർ ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ ആ കണ്ടീഷൻസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റ്, അതാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ. വെൻ എ സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദി ആക്ട് ദ രജിസ്ട്രാർ മേ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഡ്യൂലി സൈൻഡ് ആൻഡ് സീൽഡ്. ഓക്കെ. അതായത് ഒരു സൊസൈറ്റി നമ്മുടെ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ നമുക്കൊരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. അപ്പോൾ അതിൽ സീലും ചെയ്തിട്ടുണ്ടായിരിക്കും, സൈനും ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. അതാണ് എന്ത് പറയുന്നത്, രജിസ്ട്രേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഷാൾ ബി കൺക്ലൂസീവ് പ്രൂഫ് ദാറ്റ് ഹി സെഡ് സൊസൈറ്റി ഈസ് ഡ്യൂലി രജിസ്റ്റേർഡ് ആൻഡ് ഇറ്റ് ഷാൾ ബി ട്രീറ്റഡ് ആസ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അതായത് നമ്മുടെ കോർപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിന് ആകെയുള്ളൊരു തെളിവാണ് എന്ത് പറയുന്നത്, ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്തല്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണിത് സർട്ടിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതാണ് രജിസ്ട്രേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അഫിലിയേഷൻ ഓഫ് അപെക്സ് സൊസൈറ്റി. അഫിലിയേഷൻ ഓഫ് അപെക്സ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എവറി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ വിതിൻ സച്ച് ടൈം ഓർ സച്ച് മാനർ അപ്ലൈ ഫോർ അഫിലിയേഷൻ ടു ദ കൺസേൺഡ് അപെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ആസ് ദി കേസ് മേ ബി. അതായത് എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയും സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ അപെക്സ് സൊസൈറ്റിയുമായിട്ട് അഫിലിയേഷനിൽ വന്നിട്ടുണ്ടായിരിക്കണം. അതാണ് അഫിലിയേഷൻ ടു അപെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത്. എവറി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ വിതിൻ സച്ച് ടൈം ഓർ സച്ച് മാനർ അപ്ലൈ ഫോർ അഫിലിയേഷൻ ടു കൺസേൺഡ് അപെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ആസ് ദ കേസ് മേ. അതാണ് അഫിലിയേഷൻ ടു അപെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ്. അപ്പോൾ ഈ ബൈലോസ് എന്താണ്, സബ്ജക്റ്റ് മാറ്റർ ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ ഇതുവരെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ കാണാണ്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒരു 1-2 തവണ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ല ഇനി ഷോർട്ട് നോട്ട് എഴുതി വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം ഇത് നമുക്കങ്ങനെ തിയറി പോലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കേണ്ടതല്ലോ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സ് അല്ലേ. അപ്പോൾ മനസ്സിലാക്കി തന്നെ വെക്കുക. ഓക്കെ. അപ്പോൾ ബൈലോസ് എന്ന് പറയുമ്പോൾ ദിസ് റൂൾ റിലേറ്റ് ടു ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ്. ദ പ്രൊവിഷൻ ഇൻ ദി ബൈലോസ് ഷുഡ് നോട്ട് ബി contradictory to the provisions in the act and rules. The following items are main subject matter of the bylaws. അപ്പോൾ അതായത് ബൈലോസ് എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആക്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സാധനത്തിനെയാണ് എന്ന് പറയുന്നത് ഈ ബൈലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈലോസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് അതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ് കൊണ്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ എല്ലാ പോയിൻറ്റ്സും പഠിച്ചിട്ടില്ലെങ്കിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് പോയിൻറ്റ്സ് പഠിക്കുക. ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ ടിക്കിട്ടുള്ള, അതായത് റൈറ്റ് സൈഡിൽ ടിക്കിട്ടുള്ള എല്ലാം എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നി.
ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അത് ടിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ അത് നിങ്ങൾ പഠിച്ചോ. ഓക്കെ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ഇഫ് എനി. അതായത് സൊസൈറ്റിയുടെ നെയിമും അഡ്രസ്സും, അതുപോലെ തന്നെ ഏതെങ്കിലും ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയും പേരും അഡ്രസ്സും. പിന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഏത് ഏരിയയിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പിന്നെ ഒബ്ജക്ട്സ്, അതായത് സൊസൈറ്റിയുടെ ഒബ്ജക്ട്സ്. പിന്നെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, അതായത് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എത്രത്തോളം ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. പിന്നെ മെമ്പർഷിപ്പ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് കേട്ടോ. പിന്നെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് മെമ്പേഴ്സ്, ഓരോ മെമ്പേഴ്സിൻ്റെയും ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ എന്തൊക്കെയാണ്, അവകാശങ്ങളൊക്കെ. പിന്നെ ലയബിലിറ്റി ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ? ലിമിറ്റഡ് ആയിരിക്കും, അത് എത്രത്തോളാണോ ഓരോ വ്യക്തികൾക്കും ഉള്ളത് അതൊക്കെ. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി കമ്മിറ്റി, ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി, ക്വാറം ഓഫ് ദി ജനറൽ ബോഡി, ക്വാറം ഓഫ് ദി കമ്മിറ്റി. പിന്നെ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പല അക്കൗണ്ടിലോട്ടും നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിരിക്കും. അതായത് റിസർവ് ഫണ്ടിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫണ്ടിലോട്ട്, അങ്ങനെ ഡിവിഡൻഡിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഈ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എന്ത്, സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ബോഡീസ് കോർപ്പറേറ്റ്. അതായത് കോർപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ആദ്യം നോക്കാം. ബൈ രജിസ്ട്രേഷൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബിക്കംസ് എ ബോഡി കോർപ്പറേറ്റ്. അതായത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താകും, ബോഡി കോർപ്പറേറ്റ് ആകും. ഇറ്റ് മീൻസ് ദാറ്റ് ദ സൊസൈറ്റി വിൽ ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഹാവിങ് എ നെയിം ആൻഡ് സീൽ. അതായത് നിങ്ങൾ ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ എന്നൊക്കെ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതായത് അതിൻ്റെ മെമ്പേഴ്സിൽ നിന്നും ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കും. അതാണ് അത് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ദ സൊസൈറ്റി വിൽ ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഹാവിങ് എ നെയിം ആൻഡ് സീൽ. It can hold property in its name. The society can enter into contracts, institute and defend suits and other legal proceedings as an individual does. അതായത് ഒരു ഇൻഡിവിജ്വൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതുപോലെയൊക്കെ തന്നെ ആർക്കും ചെയ്യാൻ കഴിയും, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ചെയ്യാൻ കഴിയുന്ന പറയുന്നത്. ഇറ്റ് വിൽ ഹാവ് എ പെർപെച്വൽ സക്സഷൻ till it is dissolved. It will be independent of its members. Death or insanity or withdrawal of members from the society will not affect the legal status. അതായത് അതിലുള്ള മെമ്പേഴ്സിൻ്റെ മരണമോ അല്ലാന്നുണ്ടെങ്കിൽ കൊഴിഞ്ഞു പോക്കോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റീനെ എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് എന്ത് പറയുന്നത്, കോർപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ബോഡീസ് കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. അതായത് സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദിസ് section refers to change of name of society. It provides that a society can change its name by means of an amendment to the bylaws. Further, registrar shall enter the new name in the appropriate register maintained for the purpose, but such change will not affect the rights and obligations of the society. അതായത് ഒരു സൊസൈറ്റിക്ക് അതായത് ഇപ്പോൾ ഒരു പേരാണ് നമ്മുടെ സൊസൈറ്റിക്ക് എന്നുണ്ടെങ്കിൽ ആ പേരിൽ നിന്നും മാറ്റി വേറൊരു പേര് ഇടാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അമെൻഡ്മെൻറ്റ് ദ ബൈലോസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് രജിസ്ട്രാർ എന്ത് ചെയ്യും, അപ്രോപ്രിയേറ്റ് രജിസ്റ്ററിൽ പുതിയ പേര് എഴുതി ചേർക്കും. പക്ഷേ ഈ പേര് മാറ്റുന്നതോ അല്ലെങ്കിൽ പഴയ പേരിടുന്നതോ അല്ലെങ്കിൽ പുതിയ പേരിടുന്നതോ ഒന്നും ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ചേഞ്ച് ഓഫ് ലയബിലിറ്റി. ചേഞ്ച് ഓഫ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചില കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റിയും വരും. അതായത് ഇപ്പോൾ റൂറൽ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി അൺലിമിറ്റഡ് ലയബിലിറ്റി വന്നേക്കാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് നോക്കാം. The above sections and rule deal with the change of liability of a cooperative society. Section 11 read with rule 12 lays down the procedure for changing the liability of a society from unlimited to limited. അതായത് അൺലിമിറ്റഡ്
ലയബിലിറ്റി ഉള്ള ഒരു സൊസൈറ്റീനെ നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഒരു സൊസൈറ്റിയിലോട്ട് എന്ത് ചെയ്യാൻ കഴിയും, കൺവേർട്ട് ചെയ്യാൻ കഴിയും. ബട്ട് നോട്ട് വൈസ് വേഴ്സ. പക്ഷെ അത് തിരിച്ച് ചെയ്യാൻ കഴിയില്ല. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റീനെ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഒരു സൊസൈറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. ആസ് ദി ആക്ട് ഡസ് നോട്ട് പെർമിറ്റ്. Under the earlier act, unlimited liability societies could to be registered, but it is not possible at present. പണ്ടത്തെ ആക്ടിലൊക്കെ, അതായത് കുറേ മുന്നേയുള്ള ആക്ടിലൊക്കെ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റീനെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ പ്രസൻ്റ്ലി അതെന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ, അതാണ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെയുള്ള ഇനി സെക്ഷൻസ് ബാക്കി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാനത് റീസെൻ്റ്ലി ഞാനത് അപ്ലോഡ് ചെയ്യാം. വീഡിയോസ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ഈ PDF ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേണ്ടവർ ചെക്കൗട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ലൈക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.